നമസ്കാരം. ഗോവിന്ദചാമി എന്ന ഒറ്റക്കയ്യനായ കൊടും ക്രിമിനൽ കണ്ണൂർ സെൻട്രൽ ജയിലിൽ നിന്നും തടവു ചാടിയതോടെ സംസ്ഥാനത്തെ ജയിലുകളുടെ സുരക്ഷ ഏറെ ചർച്ചയാവുകയാണ്. ഇപ്പോൾ എല്ലാ പഴികളും വരുന്നത് ജയിൽ ജീവനക്കാർക്ക് നേരെയാണ്. ഗോവിന്ദചാമി ജയിൽ ചാടിയ സംഭവത്തിലും 4 ജീവനക്കാരെ സസ്പെൻഡ് ചെയ്തിട്ടുണ്ട്. ഈ സംഭവം സമാനതകളില്ലാത്തതാണ്. അതിലെ വീഴ്ചകൾ പരിശോധിക്കപ്പെടണം. പക്ഷേ ആകെ വേണ്ടതിന്റെ 4-1 സ്റ്റാഫ് സ്ട്രെങ്ത് മാത്രമാണ് കേരളത്തിലെ ജയിലുകളിൽ ഉള്ളതെന്നും തങ്ങളുടെ പ്രശ്നങ്ങൾ ആരും പരിഗണിക്കുന്നില്ല എന്നുമാണ് ജയിൽ ജീവനക്കാരുടെ പരാതി. കേരളത്തിലെ ജയിലുകൾ തടവുകാരെ കൊണ്ട് നിറഞ്ഞു കവിയുകയാണ്. സംസ്ഥാനത്തെ ജയിലുകളുടെ ആകെ അംഗീകൃത പാർപ്പിട ശേഷി 7367 ആണെന്നിരിക്കെ നിലവിൽ 10375 തടവുകാരാണുള്ളത്. അതായത് 3000-ലധികം തടവുകാർ കൂടുതലാണ്. ശേഷിയുടെ 25%-ലേറെയാണിത്. തെക്കൻ കേരളത്തിൽ അംഗീകൃത ശേഷി 1693 ആയിരിക്കുമ്പോൾ 3250 തടവുകാരാണ് നിലവിലുള്ളത്. ഇത് ഇരട്ടിയോളം വരും. മധ്യമേഖലയിൽ അംഗീകൃത ശേഷി 2346 ആയിരിക്കുമ്പോൾ 3249 തടവുകാരാണ് നിലവിൽ ജയിലുകളിൽ കഴിയുന്നത്. ഉത്തരമേഖലയിൽ അംഗീകൃത ശേഷി 2689 ആയിരിക്കുമ്പോൾ 3538 തടവുകാർ കഴിയുന്നു. കേരളപ്പിറവി സമയത്ത് കേരളത്തിൽ 4 പോലീസ് ജില്ലകൾ ഉണ്ടായിരുന്നത് ഇപ്പോൾ 14 കോടതികളുടെ എണ്ണവും വർദ്ധിച്ചു. എന്നാൽ ജയിലുകളുടെ എണ്ണത്തിലും പദവിയിലും ആവശ്യത്തിന് വർധനവുണ്ടായില്ല. കേരളപ്പിറവിക്ക് ശേഷം 2022 മാത്രമാണ് ഒരു സെൻട്രൽ ജയിൽ ഉണ്ടായത്. തവനൂരിലാണിത്. വിയൂരിൽ നല്ല സൗകര്യങ്ങളോടെ അതിസുരക്ഷാ ജയിൽ ഉണ്ടാക്കിയെങ്കിലും ജീവനക്കാരുടെ കുറവ് കാരണം പൂർണ്ണശേഷിയിൽ അന്തേവാസികളെ പാർപ്പിക്കാനാകുന്നില്ല. തടവുകാരുടെ എണ്ണം ക്രമാതീതമായി വർദ്ധിക്കുമ്പോൾ ജയിൽ ജീവനക്കാരുടെ എണ്ണത്തിൽ വലിയ കുറവാണ് നേരിടുന്നത്. 6 തടവുകാർക്ക് 1 ഓഫീസർ എന്നാണ് ജയിൽ ചട്ടവും കേന്ദ്ര നിയമവും. അത് പ്രകാരം ജയിലുകളിലെ ഗാർഡിംഗ് ചുമതലകൾക്ക് മാത്രമേ ഏകദേശം 5000-ലേറെ ജീവനക്കാർ വേണം. നിലവിൽ 1731 ജീവനക്കാർ മാത്രമാണ് ഈ ചുമതലയിലുള്ളത്. 10375 തടവുകാരുടെ സുരക്ഷ ഉറപ്പാക്കാൻ ഒരു ദിവസം കുറഞ്ഞത് 5887 അസിസ്റ്റന്റ് പ്രിസൺ ഓഫീസർമാരെയാണ് ആവശ്യമുള്ളത്. എന്നാൽ സംസ്ഥാന ജയിൽ വകുപ്പിൽ ആകെ 1284 അസിസ്റ്റന്റ് പ്രിസൺ ഓഫീസർ തസ്തികകൾ മാത്രമാണുള്ളത്. 1729 ഡെപ്യൂട്ടി പ്രിസൺ ഓഫീസർമാർ വേണ്ടിടത്ത് വെറും 447 പേരാണുള്ളത്. ഇത് ജീവനക്കാർക്ക് അമിത ജോലിഭാരവും മാനസിക സമ്മർദ്ദവും സൃഷ്ടിക്കുന്നു. ജീവനക്കാരുടെ എണ്ണത്തിലെ ഈ കുറവ് ജയിലുകളുടെ സുഗമമായ പ്രവർത്തനത്തെയും തടവുകാരുടെ സുരക്ഷയെയും പ്രതികൂലമായി ബാധിക്കുന്ന ഗുരുതരമായ സാഹചര്യമാണ് കേരളത്തിൽ നിലവിലുള്ളത്. ഈ വിഷയത്തിൽ അടിയന്തര ഇടപെടൽ ആവശ്യമാണെന്ന് ചൂണ്ടിക്കാണിക്കപ്പെടുന്നുണ്ട്. ഉദ്യോഗസ്ഥരുടെ എണ്ണത്തിലെ ഈ വലിയ കുറവ് നിലവിലുള്ള ജീവനക്കാർക്ക് അമിത ജോലിഭാരം അടിച്ചേൽപ്പിക്കുന്നു. പലപ്പോഴും 24 മണിക്കൂർ വരെ തുടർച്ചയായി ജോലി ചെയ്യേണ്ടി വരുന്നത് അവരുടെ ശാരീരികവും മാനസികവുമായ ആരോഗ്യത്തെ ദോഷകരമായി ബാധിക്കുന്നുമുണ്ട്. ഇത് ജയിലുകളിലെ ക്രമസമാധാനം പാലിക്കുന്നതിന് തടസ്സമുണ്ടാക്കുന്നു. നിലവിൽ സെൻട്രൽ ജയിലുകളിൽ റിമാൻഡ് പ്രതികൾ, വിചാരണ തടവുകാർ, ഗുണ്ടാ സംഘാംഗങ്ങൾ എന്നിങ്ങനെ എല്ലാവരെയും ഒന്നിച്ചാണ് പാർപ്പിക്കാറുള്ളത്. ഇത് സെൻട്രൽ ജയിലുകളുടെ പ്രവർത്തനത്തെ സാരമായി ബാധിക്കുന്നു. വിവിധ സ്വഭാവക്കാരായ തടവുകാരെ കൈകാര്യം ചെയ്യേണ്ടി വരുന്നത് ഉദ്യോഗസ്ഥർക്ക് അധിക ബാധ്യതയാകുന്നു. ഗോവിന്ദചാമിയെ പോലുള്ള കൊടും ക്രിമിനലുകൾ തെറി പറഞ്ഞും ഭക്ഷണം എറിഞ്ഞും മലം വാരി എറിയുമൊക്കെ സഹിച്ചാണ് അവർ ജയിലിൽ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഏതായാലും ഇത് അടിയന്തരമായി പരിഹരിക്കേണ്ടുന്ന പ്രശ്നമാണ്. സർക്കാർ ഉടനടി ഇടപെടുകയും വേണം.